ഹലോ, എല്ലാവർക്കും നമസ്കാരം. സിയ പ്രിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വട്ടിയൂർക്കാവുള്ള ഗുരു ഗോപിനാഥ് നടനഗ്രാമത്തിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്, അനന്യം. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 20 ദിവസത്തെ ക്യാമ്പുണ്ട് ഇവിടെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 ദിവസമായി ഇവിടെ വന്നിട്ട് ഇന്നലെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. മിനിഞ്ഞാന്ന് അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. നമ്മുടെ മന്ത്രിയൊക്കെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു. അടിപൊളിയായിരുന്നു പ്രോഗ്രാം. ഇന്നലെ തൊട്ട് ഞങ്ങളിവിടെ ഇത് തുടങ്ങി, ക്യാമ്പ് തുടങ്ങി. ഇന്നലെ ഫസ്റ്റ് ഡേ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ സാറുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ 8 മണിക്ക് തുടങ്ങി പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഇവിടെ തന്നെയാണ് സ്റ്റേയും ഫുഡും കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് അങ്ങ് പോവാം. ഹായ്, എന്താ ഇന്ന് കഴിച്ചല്ലാവരും? ഞാൻ വരാം കേട്ടോ. താങ്ക് യു. എന്താ പറയാ, കുറച്ച് ഈ സൈഡിൽ വെച്ചു. ഓക്കെ. അടിപൊളിയായിരുന്നു ഇവിടെ. സ്റ്റേയും ഫുഡും ഒരു രക്ഷയില്ല. ഇനി ട്രെയിനിങ്ങും കൂടി എന്താ പറയാ, ട്രെയിനിങ്ങും ഫസ്റ്റ് ഡേ അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്തുള്ള ഡേയ്സ് അടിപൊളിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാം എന്തായാലും. കാരണങ്ങളെന്ന് പറഞ്ഞാൽ ശിവന്റെ പോസുകളാണ്. ഇവിടെയാണ് നമ്മുടെ സെഷൻ ക്ലാസ്സുകൾ നടക്കുന്നത്. ടീ ബ്രേക്ക്. കമോൺ കമോൺ. നമ്മുടെ പ്രാക്ടീസിൻ്റെ വീഡിയോസ് ഒന്നും ഇപ്പോൾ പുറത്ത് വിടാൻ പറ്റാത്തത് കൊണ്ടാട്ടോ ഞാൻ വീഡിയോ ഒന്നും ആഡ് ചെയ്യാത്തത്. എങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസ്? പറ ചേച്ചി, എങ്ങനെയുണ്ട് ഫോക്ക് ഡാൻസ് അല്ലേ? ചേച്ചി പക്ഷെ കള്ളി ലേറ്റായി വരും. എങ്ങനെയുണ്ട് ഫോക്ക് കളിച്ചിട്ട്? നല്ല ക്ലാസ് അല്ലേ? ഇഷ്ടമായോ എല്ലാവർക്കും?
സ്റ്റെപ്പ് ആവുന്നത് ഒരുപാട് സന്തോഷം. പറഞ്ഞോളൂ സ്റ്റെപ്പ്. വിദ്യാർത്ഥികളാവുന്നത് ഒരുപാട് സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് വിദ്യാർത്ഥിയാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അനന്യ പദ്ധതിക്ക് എല്ലാവിധ നന്ദി. സത്യം സത്യം സത്യം. നമുക്ക് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാതറിങ്ങിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു കുറെ കാലത്തിന് ശേഷം പ്രത്യേകിച്ച് കോവിഡിന് ഇങ്ങോട്ട് നമുക്ക് അത്തരത്തിലൊരു ഗ്യാതറിങ്ങിന് അവസരമേ സത്യം കിട്ടിയിട്ടില്ല. സത്യം. എന്നെ സംബന്ധിച്ച് പേഴ്സണലി നമുക്ക് പല ഭാഗത്തുള്ള ആൾക്കാർക്ക് ഒരുമിച്ച് ചേരാനും കുറച്ച് ദിവസം ഒരുമിച്ച് നിൽക്കാനും സന്തോഷിക്കാനും ഒക്കെ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പൊ അത് മിസ് ചെയ്തവർക്ക് അത് മിസ് ചെയ്ത് പോയി എന്ന് പറയാൻ സത്യം പറ്റും. വലിയ മിസ്സിങ് അതെനിക്കും തോന്നി. അത് പറയണ കേട്ടോ. കാര്യം വെച്ചാല് ഇതിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ എന്നെ ഇന്നലെ 1-2 പേര് വിളിച്ചു പല സ്ഥലത്തു നിന്നും. അയ്യോ ഇതിന്റെ ഓഡിഷൻ കഴിഞ്ഞു റാങ്ക് ലിസ്റ്റ് കണ്ടെന്ന്. ഇതിന് വേണ്ടി എല്ലാ ഗ്രൂപ്പുകളിലും ട്രിവാൻഡ്രത്ത് ആയിക്കോട്ടെ മറ്റേത് ജില്ലകളാകട്ടെ എല്ലാ ഗ്രൂപ്പുകളിലും ഇതുപോലെ അഡ്വർടൈസ്മെന്റ് പോയി. എനിക്ക് തോന്നുന്നു ശ്യാമ 4-5 തവണ ഓഡിഷൻ നടത്തിയതാണ്. എന്നിട്ട് പോലും ഇതിന്റെ ഭാഗമാകാതെ ഇപ്പം അയ്യോ വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവസരങ്ങൾ നമ്മളെ തേടി ഒരു തവണ വരും. സത്യം സത്യം സത്യം. പക്ഷെ ഞാനും എനിക്കും ഉറപ്പായി ഇതിൽ വരാത്തവർക്ക് വലിയൊരു മിസ്സിംഗ് ആണ് ഇത്. നമ്മൾ വന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പറ്റൂല എന്നൊക്കെ ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ മതി. സത്യം സത്യം. ഈ ക്ലാസ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. ആയോ എങ്ങനെയുണ്ട് നീ? നല്ല ക്ലാസ് ആണ്. വളരെ ഉപകാരപ്രദമാണ്. വരുന്ന ആൾക്കാരല്ല ഇവരൊക്കെ. അപ്പൊ ഇവരൊക്കെ അങ്ങനെ വന്നിരിക്കുന്നു. ഇവിടെ വന്ന് നടത്തിയപ്പോ ഇത് കണ്ടിന്യൂ ആയിട്ട് ജീവിതകാലം മുഴുവനും വന്ന് ഇവിടെ തന്നെ വന്ന് അത് പറ്റത്തില്ല. എന്റെ ആഗ്രഹം. നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു കലയിൽ ഫോക്കസ് ചെയ്യും. ഇതിപ്പോ എല്ലാ കഥകളി ആവട്ടെ ഭരതനാട്യം മോനായിട്ടെല്ലാം ഉണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. എല്ലാ കലകളെയും സമന്വയിപ്പിച്ചാണ് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കുറച്ചെങ്കിലും എല്ലാം പഠിക്കാൻ പറ്റും. നമ്മുടെ ഈ പദ്ധതിനെ കുറിച്ച് ഓറഞ്ച് ജ്യൂസും അവക്കോടെ ഷേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചിരുന്നാ മതി. 2 3 സ്റ്റാർട്ട്. 1 2 1 2 1 2 3 4 1 2 1 2 1 2 3 4 1 2 1 2 1 2 3 4 1 2 1 2 1 2 3 4. പരസ്പരം എല്ലാവരും സഹകരിച്ച് ഒരു കോർഡിനേഷൻ വരുന്ന പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ലഞ്ചിന് എന്തൊക്കെയാ? വേണ്ട സാമ്പാർ ഒന്നും മോരല്ലേ, രസമില്ല. പുളിശ്ശേരിയും വേണ്ട, സാമ്പാറും വേണ്ട. ഇത് അച്ചാർ, മാങ്ങാച്ചാറില്ലാതെ ഫിഷ് ഫ്രൈ. വാവ്, സാമ്പാർ. ഇനി ഇതും കുറച്ച് സൈഡിൽ ഒഴിച്ചോളൂ. ഉള്ളിയെല്ലാം കൂടെ വേണ്ട. അച്ചാർ തരുമോ? ഓക്കെ. വാട്ട് ഇസ് ദിസ്? ഫീഡ്ബാക്ക് ഫോം? അങ്ങനെ നമ്മുടെ ക്ലാസ് ഇന്നത്തെ കഴിഞ്ഞു. ടീ ബ്രേക്കായി. ടീ ബ്രേക്കിന് ശേഷം ഇന്ന് ക്ലാസ് ഇല്ല, ബാക്കി നാളെ ക്ലാസ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിളിച്ച് വെച്ചേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. എന്താ ഫുഡെന്ന് ഞാൻ കാണിച്ചു തരാം. നൈറ്റ് ഡിന്നർ എന്താണെന്ന്. കുഴപ്പമുണ്ടാവില്ല, നല്ല ഫുഡൊക്കെയാണ്. ഇഷ്ടപ്പെട്ട ഫുഡാണ്. എന്തായാലും നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. പൊട്ടുന്നില്ല അങ്ങനെയായിട്ട്. നമ്മൾ ലഞ്ച് കഴിച്ച അവിടെ തന്നെ കേട്ടോ നമ്മുടെ ഇതും വരുന്നത്. നൈറ്റ് വ്യൂ ഞാൻ കാണിച്ചിട്ട് ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് അവിടെ ഫുഡ് എല്ലാവരും കഴിച്ചോ? ഊച്ചുകൊള്ള കളിച്ചുള്ള കയറ്റിക്കാ
വാഷ് മെഷീൻ ഓ ഇന്നെന്താ വാട്ട് ഇസ് ദിസ് പൊറോട്ട നായിക പറയൂ ഇതാണ് ഞങ്ങളെ ഫുഡിന്റെ ചേട്ടനാണ് നമ്മുടെ മാനേജർ സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ സാറ് സാറ് ചിരിക്കത്തില്ല സാറ് നാളെ യൂട്യൂബിൽ വൈറലാവും കേട്ടോ ഒരു ഹായ് പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ എന്ത് അറബിക്കൊക്കെ എന്ത് ചെയ്യും 2 പൊതി ഒരാക്കുള്ളതാണോ ഫ്രൈയാ എന്ത് ഫ്രൈയാ നമുക്ക് തുറന്നു നോക്കാം ഇത് കറി ചിക്കൻ കറിയാണോ ഗ്രേവിയാണോ ഗ്രേവി ഫ്രൈ എനിക്ക് ലെഗ് വളരെ നന്നായിട്ടുണ്ട് താങ്ക് യു സോ മച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ എങ്ങനെയുണ്ട് ഫുഡ് നമ്മൾ എല്ലാ ഫുഡുകളും അടിപൊളിയല്ലേ ഫുഡ് വളരെ നന്നായിട്ടുണ്ട് കാര്യം നമ്മൾ ലഞ്ചും ഭയങ്കര രസകരമായിട്ടുള്ള യമ്മി ലഞ്ചായിരുന്നു പിന്നെ അതുകൂടാതെ നമുക്കിപ്പം നമ്മളുടെ മെനു അവർ ചോദിക്കും എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് അവർ തരുന്നത് അല്ലേ ഇപ്പം നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മെനു പറയുകയാണെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് മെനു പറയും നമുക്ക് ഇത് വരും കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി തരും അല്ലെങ്കിൽ ചപ്പാത്തി വേണമെങ്കിൽ പൊറോട്ട നാളെ നമുക്ക് കഞ്ഞിയാക്കാം അല്ലേ തീർച്ചയായിട്ടും അടിപൊളിയായിരിക്കും അല്ലേ മാഗിയോ എന്തിന് അയ്യോ ഞങ്ങൾ അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ നിങ്ങളാരും കാണത്തില്ല പിള്ളേരെ കണ്ടോ നിങ്ങളുടെ ലൈറ്റിന് വിപരീതമായിട്ട് കിടക്കുന്നുണ്ട് നാളെ നിങ്ങളൊക്കെ യൂട്യൂബിൽ തിളങ്ങട്ടെ നിങ്ങളാരും കാണത്തില്ല കാണത്തില്ലെങ്കിൽ വാ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ വാ വാ ഒന്ന് ഇങ്ങോട്ട് വാ എല്ലാവരും ഞങ്ങളെ വാർഡിനെ കണ്ണച്ചേച്ചി വരുന്ന വാ ഇത് അർവിക നമ്മുടെ ജസ്റ്റിസ് ബോർഡ് എന്താ അംഗമാണോ മെമ്പറാണോ അല്ല എന്തിനോ നമ്മുടെ ഓക്കെ ഇത് നമ്മുടെ അഞ്ജിത ഇത് കാർത്തിക RLVയില് എന്താ BA ഭരതനാട്യം പഠിച്ചുകൊണ്ടിരിക്കുന്നു അപർണ മോഹിനിയാട്ടം ഇത് പിന്നെ നമ്മുടെ പ്രശസ്ത നർത്തകി ജാനകി രംഗരാജ് ഹായ് 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 ജാനകി പിന്നെന്തൊക്കെയാണ് ഇത് സിയ പവൽ ഇതാണ് സിയ പവൽ സിയ എന്ന് ഞങ്ങൾ എല്ലാവരും വിളിക്കും തല ഇത് ഞങ്ങളുടെ വാർഡൻ ആൻറ്റി കേട്ടോ ഹായ് പറ ഓക്കെ ഫുഡ് കഴിച്ചോ ഫുഡ് എല്ലാവരും കഴിച്ചു കഴിച്ചോ അമ്മ കഴിച്ചോ കഴിക്കും ഓക്കെ അപ്പം ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ എല്ലാവരും കഴിച്ചില്ലേ നമ്മൾ ഫുഡൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ക്യാമ്പിനെ കുറിച്ച് 2 വാക്ക് അർവിക വരൂ തീർച്ചയായിട്ടും വരൂ എങ്ങനെയുണ്ട് നമ്മുടെ ക്യാമ്പിനെ കുറിച്ച് 2 വാക്ക് ക്യാമ്പൊക്കെ നല്ല അടിപൊളിയാണ് കാരണം വെച്ചാൽ നമ്മൾ ഓർഗനൈസ് ചെയ്ത നമ്മുടെ അരണ്യമ്പതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ശരിക്കും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് നമ്മളത് എന്താണ് സെലക്ഷൻ പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മളിവിടെ ആളുകളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രെയിനിങ്ങും ഭാഗമായിട്ട് നമ്മൾ തിങ്കളാഴ്ച തൊട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും മെയിനായിട്ടുള്ളത് അപ്പം നിലവിൽ നമുക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ്സിലാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ വിശദമായിട്ട് ഞാൻ അവളോട് ചോദിച്ചു ഞാൻ എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ സോ ഗുഡ് നൈറ്റ് ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അടുത്തൊരു നല്ല വീഡിയോയിൽ നമുക്ക് കാണുന്നതായിരിക്കും എല്ലാവർക്കും നല്ല വീഡിയോ ആണെന്ന് കണ്ടറിയാം എന്തായാലും എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ എന്താ അപ്പോൾ സിയുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കണ്ട എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് വരണത് ലൈക്ക് ചെയ്തോളാനോട്ട് കൊണ്ട് പറഞ്ഞേക്കണം ഓക്കെ അപ്പോൾ റെഡിയല്ലേ ഓക്കെ താങ്ക് യു അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ